So hello guys, welcome back to another episode of Minecraft Let's Play series. So കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവിടെ ഒരു അയൺ ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മളെ പരിപാടി ബേസിൻ്റെ ഒരു പരിപാടിയും ഇല്ല. ഇന്ന് നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇന്ന് തന്നെ ഉണ്ടാക്കണം, ഇന്ന് തന്നെ ഡെക്കറേറ്റൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്യും, ബാക്കിയെല്ലാം ഇന്ന് തന്നെ ചെയ്യണം. അത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഒരു വില്ലേജ് ഓപ്പറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ. കുറേ ഉണ്ണിമാരും ഉണ്ട്, അതിനോട് ഒരു ഉണ്ണി വളർന്നിരിപ്പുണ്ട്. ഒരാളിതാ വളർന്നു കേട്ടോ. ഓക്കെ, അത് തന്നെ. അപ്പോൾ ഇനി ഇവരെല്ലാം വളരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ആയി വരുമ്പോഴത്തേക്കും വളരാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ട്രേഡിംഗ് ആൾ എവിടെ ഉണ്ടാക്കി വയ്ക്കും. എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ എന്താ ഈ മതിലിൻ്റെ അടുത്ത് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എന്ന് വെച്ചാൽ ഈ കേവിനകത്തായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ശവലെടുത്ത് എന്തായാലും എൻ്റെ ഇഷ്ടം പോലെ ആയതുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ടാക്കാനും പറ്റും. ഏകദേശം 3 ബ്ലോക്ക് ഹൈറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ ഇത് 3 ബ്ലോക്ക് ഹൈറ്റിൽ കുഴിക്കണം. എന്നിട്ട് നമ്മൾ അയൺ പിക്കാക്സ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് എടുക്കണം. ഇതൊന്ന് ഫുള്ള് ഏകദേശം നമുക്ക് 20 വില്ലേജസിന് ഇടണം. 20 വില്ലേജസിനെ വെച്ചാൽ ലെക്റ്റാനുള്ള വില്ലേജസ് 20 എണ്ണവും, ബാക്കി സ്മിത്തിൻ്റെ ടേബിള്, വെപ്പൺ സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്, ഇത് നമ്മളെ അതിൻ്റെ പേരെന്തിനായിരുന്നു, എന്തിന് പേര് പറഞ്ഞല്ലോ ഗൈസ്, ഇത് കമ്പോസ്റ്റർ ഗോൾഡൻ ക്യാരറ്റ് വാങ്ങിക്കുക. കുറച്ച് ടോർച്ച് എടുത്തോണ്ട് ഒരാളായിരുന്നു. ഇന്ന് മിക്കവാറും ഒരു യുദ്ധം തന്നെ ഇവിടെ നടക്കും. എനിക്ക് കുറച്ച് റെയിൽ ഉണ്ടാക്കണം. എനിക്ക് പവേർഡ് റെയിൽ എന്തായാലും ഇപ്പോൾ ഉണ്ടാവില്ല, കാരണം എൻ്റെ റെഡ് സ്റ്റോൺ ഇല്ല, ഗോൾഡ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിക്കാക്സും കൂടെ ഉണ്ട്, അതും കൂടെ എടുത്ത് വെച്ചിരിക്കാം. ഓക്കെ, ഫുഡ് കഴിച്ചില്ല, രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ. പിന്നെ അയൺ ബ്ലോക്കൊക്കെ ഇവിടെ വെച്ചിരിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ അയണുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അയൺ റിച്ചാണ്, അയണിലായിട്ടുള്ള റിച്ച്. ഓക്കെ, ഫുഡും തീരാറ്. എനിക്ക് ടോർച്ചില്ലട എൻ്റെ കയ്യിൽ. ടോർച്ച് 59 ഉണ്ട്, ധാരാളം. പിന്നെ കുറേ അയൺ ഇതിനകത്ത് മിച്ചം ഇരിപ്പുണ്ട്. പിന്നെ 54 ലെതർ, ഒരു സ്റ്റാക്ക് ഷുഗർ കെയിൻ. ഇതൊക്കെ ഞാൻ കുറേ നാൾ വെച്ചാൽ ഒരാഴ്ച കൊണ്ട് ഞാൻ എടുത്ത് ഉണ്ടാക്കിയതാണ് ഇത്രയും. ഷുഗർ കെയിനൊക്കെ വളർന്നിരിപ്പുണ്ട്. ഇതെല്ലാം പിന്നെ ഹാർവെസ്റ്റ് ചെയ്തേ ഒരു സ്റ്റാക്ക് ഒരു പ്രാവശ്യം കൂടെ ഒപ്പിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഇത് ഏകദേശം 20 വില്ലേജർ ഇടാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് മൈൻ ചെയ്ത് വെച്ചിരിക്കണം. എന്തായാലും ഇത് തന്നെ എൻ്റെ ഒരു മെയിൻ ട്രേഡിംഗ് ഹാളെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനി കുറേ നേരം എടുക്കും. ഓക്കെ, ഇതൊന്ന് അകത്തോട്ട് നല്ല രീതിക്ക് ഒന്ന് മൈൻ ചെയ്ത് വെച്ചിരിക്കാം. ഞാൻ 3 ബ്ലോക്ക് ഹൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഈ 3ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡെക്കറേറ്റ് ബ്ലോക്ക് എന്തെങ്കിലും കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ 3 ബ്ലോക്ക് ഹൈറ്റിൽ ഇങ്ങനെ കുടിക്കണം. ഇപ്പോഴെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമുക്ക് വില്ലേജസിനിടാനുള്ള ആ സംഭവം സെറ്റാക്കണം. എനിക്കെന്തായാലും ട്രാപ്പ് ഡോർ ഇഷ്ടം പോലെ വേണ്ടി വരും. ഈ ഒരു സ്റ്റാക്കിന് മുകളിൽ ട്രാപ്പ് ഡോറും വേണ്ടി വരും തോന്നുന്നു, അല്ലെങ്കിൽ 20 ട്രാപ്പ് ഡോർ. 20 ട്രാപ്പ് ഡോർ മതി. ഓക്കെ, ഒരു വില്ലേജിലിടാനുള്ളതായി ഒന്ന്. പിന്നെ അത് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഡേർട്ടെല്ലാം മാറ്റി ഇവിടെ ഫുള്ള് സ്റ്റോൺ ആക്കണം. നമുക്ക് പിന്നെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഒന്നായിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ഭാഗത്തും കൂടെ വയ്ക്കാം. ഇവിടെ ഒന്ന് മിനിക്ക് എടുക്കണം, അവിടെ അല്ല ഒരു രക്ഷയില്ല. ഡേർട്ടൊന്നും കാണല്ലേ, ഡേർട്ട് അത് ഭയങ്കര ചീപ്പായി പോകും. മാക്സിമം ബ്ലോക്ക് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം, എന്നാലേ ഇത് കുറച്ചും കൂടെ കാണാൻ രസം ഉണ്ടാവുള്ളൂ. പൊടിച്ചള എടാ, നമ്മൾ എത്രാമത്തെ എപ്പിസോഡ് ഇത്? 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഫുൾ അയൺ ആർമറായി കേട്ടോ. അല്ല, എൻ്റെ ഐലൻഡ് സർവൈവലിൽ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫുൾ അയൺ ആർമറായി. ഇച്ചിരി ലേറ്റായി. ഞാൻ പിന്നെ ഈ ഇടയ്ക്കൊന്നും മൈനിങ്ങിന് പോയില്ല. മൈനിങ്ങിന് പോണതിനെക്കാട്ടും ട്രേഡ് ചെയ്ത് ഒപ്പിക്കണതിന് കുറച്ചും കൂടി എളുപ്പം. മൈൻ ചെയ്ത് പോയി എന്തെങ്കിലും ലാവേജ് ചെന്ന് വീഴും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ 2 ബ്ലോക്ക് ഹൈറ്റിൽ കുഴിക്കണം. എന്നിട്ട് ഇവിടെയും കൂടെ ഒന്ന് മിനുക്കി എടുക്കണം. ഡേർട്ടൊന്നും വേണ്ട. ഇവിടെ ഞാൻ വുഡ് എടുത്ത് വയ്ക്കും. മിക്കവാറും അത് തന്നെ ചെയ്യേണ്ടി വരും. ഇവിടെ വുഡ് വെച്ചിട്ടുള്ള പരിപാടി ഇതിനകത്തും ചെയ്യണം. ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ മുമ്പത്തേനെ കുറച്ചും കൂടെ ഇപ്പോൾ ഇച്ചിരി നേരെയായിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്.
ഓക്കെ, ഇതിപ്പോൾ എത്ര ബ്ലോക്ക് ഹൈറ്റിൽ ഞാൻ കുഴിച്ചേ? 3 ബ്ലോക്കല്ലേ? ഒരു ബ്ലോക്കും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. ഇപ്പോൾ ഓക്കെ, ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകേണ്ടി വരും. അത് കുഴപ്പമില്ല. അതിന് ഞാൻ എന്തെങ്കിലും സ്ലാബ് പോലത്തെ എന്തെങ്കിലും സാധനം ഞാൻ അവിടെ വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 2 3 ഏകദേശം ഈ 2 റോ ആയിട്ട് എനിക്ക് 10 വില്ലേജസിനെങ്കിലും മാക്സിമം കൊണ്ടുവരണം. 3 ആയി, 4 ഓക്കെ, 5 കറക്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഈ സൈഡും ഇവിടെ ഇടാറുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് മിനിസി എടുക്കണം. ഇതൊക്കെ പൊട്ടിച്ചോളാം. ഡേട്ട് നോട്ട് അലൗഡ്. ഡേട്ട് ഈസ് നോട്ട് അലൗഡ്. ഇതൊക്കെ പൊട്ടിച്ചോളാം. എനിക്ക് പെട്ടെന്ന് സിൽ ടച്ച് എഫിഷ്യൻസി 5 ആണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. അത് വലിയ മെയിനല്ല എന്നാലും. ഓക്കെ, കൈ വെച്ച് മുട്ടി, പിക്കാക്സ് വെച്ച് മുട്ടി. ഓക്കെ, ഇപ്പം മിനിസി എടുക്കണോ? പിന്നെ മിനിസി എടുക്കണേ. ഇവിടെ നിന്ന് ഏകദേശം ഈ ബ്ലോക്ക് ഇതല്ല. ഇവിടെ നിന്ന് ഈ ബ്ലോക്ക് ഹൈറ്റിലാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ സാധനം ഒന്നും കൂടെ ഒന്ന് പൊക്കി ഇങ്ങോട്ടൊന്ന് എടുക്കണം. ഇവിടെ നമ്മൾ വേറെ ബ്ലോക്ക് വയ്ക്കും. അതന്നെ, ഇവിടെ വേറെ ബ്ലോക്ക് വയ്ക്കണോടോ. ഭയങ്കര മിസ്ക്ലിക്കായിട്ട് വയ്ക്കണുണ്ട്. ഈ സ്റ്റോണൊക്കെ മാറ്റി നമ്മൾ ഒഫീഷ്യൽ സ്റ്റോൺ ഉണ്ട്. ഒഫീഷ്യൽ സ്റ്റോൺ കോബിൾ സ്റ്റോൺ അല്ല, സ്റ്റോൺ. ഓക്കെ പൊട്ടിച്ചില്ല. ഇനി ഇവിടെയും ഇതേപോലെ 5 ഇത് നമ്മളിതിൻ്റെ അകത്ത് 2 റോ വെച്ച് കുഴിക്കണം. ഇതേപോലെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ. എനിക്കിപ്പോൾ ഇത്രയും കുഴിച്ചാൽ എനിക്ക് 10 വില്ലേജറിന് ഇടാൻ പറ്റും. അതേപോലെ അപ്പുറ സൈഡ് ഇതേപോലെ കുടിക്കണം. ഓക്കെ, ഇവിടെ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ സ്റ്റോൺ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡെക്കറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്രയും റോയിൽ തന്നെ എനിക്ക് 10 വില്ലേജസിന് കൊണ്ടുവിടാം. ഇത് ഒന്നാമത്തെ ലൈബ്രറി. ഇനി ഇവിടെ നിന്ന് നേരെ താഴെ പോകും. ഇവിടെ നിന്ന് നേരെ താഴെ കുറിച്ച് വേറൊരു റോ ഉണ്ട്. അതിനകത്താണ് നമ്മൾ ടൂൾ സ്മിത്ത് ആ സാധനമൊക്കെ വരാൻ പോണേ. അതാണോ കുറച്ചും കൂടെ നല്ലത്. ഇവിടെയും കൂടെ ഈ ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് ഇവിടെയും കൂടെ സിമിട്രിക്ക് വേണ്ടി, പിന്നെ ഈ ഒരു സ്റ്റോൺ മാറ്റിയിട്ട് ഇവിടെ മാത്രം ഈ ഡേർട്ട് വയ്ക്കാം. പിന്നെയും ഞാൻ പറയുന്നു സിമിട്രിക്ക് വേണ്ടി. എനിക്കിപ്പോഴാണ് ഈ സിമിട്രി എല്ലാം തോന്നി തുടങ്ങിയത്. കണ്ട ഇപ്പം അത്യാവശ്യം നേരത്തെ തന്നെ കണ്ട് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എത്ര ബ്ലോക്ക് കുഴിച്ചു? 1 2 3 4 5 6 7 8 9 അല്ല 1 2 3 അതെല്ലാം തെറ്റി 1 അല്ല 1 2 3 4 5 6 7 8 9 10. ഇനി ഒരു 10 ബ്ലോക്കും കൂടെ. 1 2 3 4 5 6 7 8 ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരു ടോർച്ച് വെച്ചിട്ട് ബാക്കി 9 10. ഈ സെക്ഷൻ ഫുള്ള് ലൈബ്രറിയന്മാരാണ്. ഇനി മുകളിലോട്ട് കുഴിച്ചു തുടങ്ങാം. ഇതിൻ്റെ ഇടയ്ക്കും എല്ലാം ക്രീപ്പറും എല്ലാം വന്ന് പൊട്ടിയുള്ള അവസ്ഥ ദുരൂഹത. സോംബി ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനം ക്രീപ്പർ. അതെങ്ങാനും ഇത്രയും വന്ന് പൊട്ടിച്ചോണ്ടല്ല. ഓക്കെ, ഇനി ഈ സെക്ഷൻ ഫുള്ള് ലൈബ്രറിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആക്കി. ഇന്ന് തന്നെ വില്ലേജസിനായിട്ട് റെസ്റ്റേഷൻ കൊടുത്തു. പറഞ്ഞു തീർന്നില്ല അടുത്ത നാശങ്ങൾ. അയൺ ആർമറാണ്, അതും കൂടെ ഓർത്തിട്ടാണ് എൻ്റെ അടുത്ത് കളിക്കാൻ വരാൻ.
നിനക്കൊക്കെ ഇപ്പം പണി തരാം. ക്രീപ്പറിനെ വെച്ച് ഉപയോഗമില്ല 4 പറഞ്ഞ്. സോംബീസ് അല്ലേ എൻ്റെ ബാക്കിൽ വാ, എൻ്റെ ബാക്കിൽ വാ, എൻ്റെ ബാക്കിൽ വാ. ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വാ, ഇവിടെ വാ, ഇങ്ങോട്ട് നീക്കി. വാ വാ വാ. ക്രീപ്പറും വാ. ക്രീപ്പർ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ. അങ്ങോട്ട് ഇവിടെ അയ്യോ അയ്യോ ഞാനടിച്ച്. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ട സ്ഥലം ഈ ലോകത്തില്ല. അയ്യോ ഇനി ക്രീപ്പറൊന്നും വേണ്ട. എനിക്ക് ഇനി ക്രീപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഫുള്ള് സ്പോൺ പ്രൂഫ് ആക്കണോടെ. ഈ ഏരിയ ഭയങ്കര സേഫ്നെസ്. എന്താ എന്തോ. പിന്നെ കൊല്ല് 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 കൊല്ല്. കിട്ടിയല്ലേ എടാ. ഇത്ര ബോൺ മീൽ എനിക്ക് ബോൺ മീൽ വേണം. ഗൺ പൗഡറിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അവൻ തന്നില്ലെന്ന് തോന്നുന്നു കേട്ടാ. ബോൺ എടുത്തോ. ബോയും കിട്ടി. നല്ല കാര്യം. എടാ നിനക്കൊക്കെ നല്ല ബോയിനടാ അത്യാവശ്യം. ഈ ബോൺ മീലൊന്ന് കയ്യിൽ സൂക്ഷിച്ച് വെച്ച് ആവശ്യം വരും. ഓക്കെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യും, ബാക്കി പണി തുടങ്ങണം. ഇനി എനിക്കൊരു 10 റോയും കൂടെ കുഴിച്ചാൽ 20 ലൈബ്രറിയന്മാരെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരണം. 20 ലൈബ്രറിയന്മാരെ. എടാ ഇന്ന് തന്നെ ട്രേഡിംഗ് ഹാളിൽ പണി തുടങ്ങണമെന്ന് എനിക്ക് ചോദിച്ചാൽ തുടങ്ങണമായിരുന്നു. എന്നാലും എനിക്കിനി നെതറിലോട്ട്, ഇനി ഈ ട്രേഡിംഗ് ഹാളിലെ ബിൽഡെല്ലാം കഴിഞ്ഞിട്ട് നെതറിൽ പോകണമെന്നാണ് എൻ്റെ ഇനി അടുത്ത ഫോക്കസ്. ഓക്കെ അടുത്ത ഈ 5 ബ്ലോക്ക് കുഴിക്കണം. ഇത് 2ആയി. അടുത്ത 3 4 പിന്നെ അടുത്ത 5. ഇതേപോലെ തന്നെ ഇപ്പുറ സൈഡും കൂടെ കുഴിച്ച് നമ്മുടെ 20 ലൈബ്രറിയന്മാരെ കൊണ്ടുവരാനുള്ള റോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് വേറൊരു പ്രശ്നം. എടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രാപ്പ് ഡോർ ഒട്ടും ഇല്ലടേ. അതൊന്ന് ഇനി വുഡ്. എടാ എനിക്ക് പെട്ടെന്ന് തന്നെ വുഡ് ഫാം ചെയ്യാൻ പോകണം കേട്ടോ. വുഡില്ല, ഒരു നടക്കണില്ല. എൻ്റെ പിക്കാക്സിൻ്റെ ജീവൻ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കഴിയുന്നതാണ്. ഓക്കെ ഇവിടെ വെച്ചാൽ അടുത്ത്. ഓക്കെ ഇനി ഈ ഒരു ബ്ലോക്കും കൂടെ പൊട്ടിച്ചാൽ കഴിഞ്ഞ്. എടാ എൻ്റെ ലാഗല്ലടാ കണ്ടത്. ബ്രീഡറിൻ്റെ അങ്ങോട്ടൊക്കെ കണ്ടു കേട്ടോ. എല്ലാം കറക്റ്റ് തന്നെയല്ല, കറക്റ്റ് അല്ല, പെർഫെക്റ്റ് ആണ്. ഇനി ഓക്കെ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഓക്കെ ഇപ്പോൾ നോക്കി ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഹാള്. ഇങ്ങോട്ട് നേരെ വന്ന് അങ്ങ് ട്രേഡ് ചെയ്താൽ മതി. ഇനി ചെയ്യാൻ പോണത് എൻ്റെ അണ്ടർഗ്രൗണ്ടാണ് ചെയ്യാൻ പോണേ. അണ്ടർഗ്രൗണ്ടിന് ഞാൻ വലിയ വലിപ്പം കൊടുക്കണല്ലേ. ഇത്രയും വലിപ്പം വേണ്ട. ശവലോടെ പൊട്ടിയിൽ ഇവിടെ നിന്ന് നേരെ എനിക്ക് എൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. പണി പാളി. അതാണ് പണി പാളിയുടെ. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ എനിക്ക് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. പക്ഷെ എനിക്ക് നേരെ പോകാൻ പറ്റൂല. അത് തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഇതേ പറ്റത്തുള്ളൂടെ. എനിക്ക് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. അണ്ടർഗ്രൗണ്ടിൽ നേരെ ഇങ്ങോട്ട് ചാടണം. അല്ലെങ്കിൽ ഒറ്റ വഴിയുണ്ട്. നമുക്ക് ഇത് വയ്ക്കാം. ഈ അണ്ടർഗ്രൗണ്ട് വേണ്ട. നമുക്ക് മറ്റേ എന്നിട്ട് തൂങ്ങി പിടിക്കുന്ന സാധനത്തിൻ്റെ പേരെന്തോന്ന്? എന്തോ സാധനം ഉണ്ട്. അത് വെച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ട്രേഡിംഗ് ഹാളിലോട്ട് ഫസ്റ്റ് നിലയിൽ ഞാൻ ഇങ്ങനെ പോകേണ്ടി വരും. കുഴപ്പമില്ല, ഇങ്ങനെ പോവാം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം മകനെ. ഓക്കെ പിന്നെ എന്തായിട്ട് കുഴിക്കണം. ഞാൻ വലിയ വലുപ്പമൊന്നും ഈ ഒരു ട്രേഡിംഗ് ഹാളിൽ എടുക്കണേ. പിന്നെ താഴോട്ട് ഇത്രയും തന്നെ മതിയാവും. പിന്നെ ഈ ട്രേഡിംഗ് ഹാളിലോട്ട് പോവാൻ
ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ 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 ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം. ഇത് തന്നെ കൊള്ളാം. ഇങ്ങനെ മതി, ഇങ്ങനെ മതി, ഇങ്ങനെ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വേണ്ട വേണ്ടെന്ന്. ഓക്കെ, ഇനി നേരെ ഫസ്റ്റ് നേരെ എൻ്റെ ട്രേഡിംഗ് ഹാളിൽ ഇങ്ങനെയും പോവാം. ഇതൊന്ന് മൂടിക്കോട്ടെ. അല്ല, ഇത് മൂടിയിട്ടും കാര്യമില്ലടേ. ഇങ്ങനെയും പോവാം. പിന്നെ താഴത്തെ ട്രേഡിംഗ് ഹാളിൽ പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം. ഓക്കെ. അയ്യോ ഈശ്വര, അയ്യോ അയ്യോ കൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഇതേപോലെയുടെ ഹാർഡ് കോർ ഞാൻ കളിച്ചെങ്ങനെ രക്ഷപ്പെട്ടത്? ഇപ്പൊ വെളിയിലാരും ഇല്ല, സേഫാണ്, നോ പ്രോബ്ലം. ഓക്കെ. അയ്യോ, ഇനി വീണ് ചത്ത എനിക്ക് പേടിയാവും. ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും ഡോർ വെച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്രീപ്പർ എങ്ങാനും ബാക്കി വന്ന് പൊട്ടിയുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കണേ. ക്രീപ്പർ പൊട്ടിയാലും കുഴപ്പമൊന്നും നിനക്ക് അവിടെ തണ്ടർസ്റ്റോം ഇല്ലടാ. അവിടെ തണ്ടർസ്റ്റോം. ഈശ്വര, ഏതെങ്കിലും എന്റെ പൊന്നോ, അതെ ഇവന്മാരെ കൊണ്ട് ഒരു സ്വൈര്യമില്ലടാ. അവൻ മര്യാദക്ക് പോണം ചെറിയ. എനിക്ക് നിന്നെയൊക്കെ പണ്ടത്തെ പോലെ എനിക്ക് പേടിയില്ല കേട്ടോ. ഇവന്മാര് സൂര്യൻ തരൂലടാ. സൂര്യൻ തരാത്ത ഒരേ ഒരു സാധനമാണ് ഈ സോംബിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത്. ഇനിയെങ്കിലും ഞാൻ മര്യാദയ്ക്ക് പണിയെടുത്തോണ്ടായി. പണിയെടുക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഞാൻ പണിയെടുക്കുമ്പോൾ അമ്മമാര് ഇതിനകത്ത് നമുക്കൊരു 10 റോ കൊണ്ടുവന്നാൽ മതി. 10 റോ കൊണ്ടുവന്നാൽ മതി, അത് തന്നെ ധാരാളം. ഇനി കൂടുതൽ കൊണ്ടുവന്ന 20 വേണ്ട, 10. ഓക്കെ, പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത അയൺ പിക്കാക്സ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരേ ഒരു സാധനമാണ് അയൺ. ഡയമണ്ടിനെക്കാട്ടും ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ ഇത്രയും പോലെ ഇനിയും വേണം. ഒരു 10 പക്ഷെ 10 അല്ല റോ. 10 റോയും കൂടെ കുടിക്കാം. ഓക്കെ. ഓക്കെ, ഇനി എവിടം തൊട്ട് ഈ ഒരു ബ്ലോക്ക് തൊട്ട് 1 2 ഞാനൊരു സ്റ്റാക്ക് വേണോ? അല്ല, 30 കൊണ്ടുവന്നാൽ മതിയെന്ന് തോന്നുന്നു. ഇവന്മാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ഇത്. ഇവന്മാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. ഇവിടെ ഇങ്ങോട്ട് പോലെ എത്രയായി? 1 2 3 4 1 2 3 4. ഓക്കെ, കറക്റ്റ് 10. ഇതേപോലെ ഇപ്പറ സൈഡിൽ തൊട്ട് ഇതാണെങ്കിൽ ഒരു ഹൈറ്റും കൂടെ കൂട്ടായിരുന്നു. ഇത് കറക്റ്റ് തന്നെടാ. ഇത് നമ്മളെ 2 ട്രേഡിംഗ് ഹാള്. മുകളിൽ ഫുള്ള് എനിക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നത് അത്ര എൻചാൻറ്റിങ്സ് എനിക്ക് കളക്ട് ചെയ്യണം. പിന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇവന്മാരൊന്ന് സൈക്കിൾ ചെയ്തും കൂടെ വെക്കണം. എന്നാലും ഇവന്മാരൊന്ന് പഠിക്കുള്ളൂ. തണ്ടർ സ്റ്റോം അടിക്കുന്നുണ്ട്. എനിക്ക് ആ ക്രീപ്പറിൻ്റെ പുറത്ത് അടിച്ച ഒരു പേടിയുണ്ട്.
ചാർജ്ഡ് ക്രീപ്പർ വന്നാൽ മതി. എനിക്ക് ഏത് നെതറൈറ്റ് ഇട്ടാലും കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുകളിലോട്ട് പോയി തോന്നുന്നു. പക്ഷെ എൻ്റെ ഒരു ട്രൈഡൻ്റ് ഇടേ, അത് വേറെ വിഷയം. ഓക്കെ, ഇനി അടുത്ത പരിപാടി ഞാൻ പോയി കിടക്കാറായാന്ന് നോക്കട്ടെ. ഇപ്പം ചത്തേന്. സോറി ബ്രോ, കഴിഞ്ഞല്ലേ. ഒരു നിവർത്തിയാത്ത ഒരേ ഒരു മൃഗങ്ങളാണ് നിങ്ങൾ. രാത്രിയായ സ്ലീപ്പിംഗ് ത്രൂ അറ്റ് ദ നൈറ്റ്. ഒന്നും അറിയാൻ പറ്റുള്ള രാത്രിയായ രാവിലെയായ. എടാ എന്നിട്ട് ഈ മഴയൊന്ന് മഴ നിന്ന് ഭാഗ്യം. ഓക്കെ, ഇനി ചെയ്യാനുള്ള എന്തിനാണ്? നമുക്ക് ഇത് ഉണ്ടാക്കണം, റെയിൽസ്. പിന്നെ ഒരു മൈൻ കാട്ടും ഉണ്ടാക്കണം. മൈൻ കാട്ട് ഉണ്ടാക്കാനുള്ളതാണല്ലോ എൻ്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് ഈ റെയിൽ ഉണ്ടാക്കട്ടെ. ഇവിടെ എൻ്റെ ഒരു വുഡും ഇല്ല. എനിക്ക് റെയില് എക്സ്ക്യൂസ് മീ, എനിക്ക് റെയിൽ ഉണ്ടാക്കണമായിരുന്നു. ഓക്കെ, റെയിലും ഒരു മൈൻ കാട്ടും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട്, ഒരു മൈൻ കാട്ടും ബാക്കി ഈ റെയിലും. അയ്യോ, അത് ഇത്രയൊന്നും വേണ്ട. ഓക്കെ, ഇതിപ്പോൾ കുഴപ്പമില്ല. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ഞാൻ ഇവന്മാരെ ഇതിനകത്ത് കൊണ്ടുപോയി? ഇവന്മാരെ പ്രശ്നം ഇച്ചിരി ഗുരുതരമാണ്. എനിക്ക് ഗോൾഡ് മൈനിങ്ങിന് പോകേണ്ടി വരും. ഗോൾഡ് നിനക്കൊക്കെ ഭ്രാന്താണ്. നിനക്കൊക്കെ ഇവിടെ ഒരു ഗ്രീൻ കോട്ടും ഉണ്ടേ. ഒരു കാര്യം ചെയ്യാം, ഇവന്മാരൊന്ന് കൊണ്ടുവരാൻ ഫസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് വയ്ക്കണം. ഇങ്ങനെ ഒന്ന് വെച്ച് മാക്സിമം വെളിയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് വർക്കാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഞാൻ ഇവിടെ മൈൻകാട്ട് വയ്ക്കും. ഓക്കെ, വർക്കായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് വളയ്ക്കണം. ബാക്കിലോട്ട് പോയാണ്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. വൃത്തികെട്ടവനേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ മൈൻകാട്ട് ഇങ്ങനെ വെച്ച്, അവിടെയല്ല മാറ്റി. ഇതൊന്നും കൂടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതായിട്ട് കണക്ട് ചെയ്യണം. നേരെ കണക്റ്റ് ആവത്തെന്ത്? ഇത് കണക്റ്റ് ആണല്ലോടേ. ഒറ്റ മിനിറ്റ്, നീ ഇങ്ങോട്ട് പോയാണ്ടോ? എനിക്ക് നിന്നെ പേടിയാണ്. നീ പോയാലും ഒരു സീനും ഇല്ല. എടാ ഇങ്ങോട്ട്, പൊന്നു വില്ലേജറേ, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് നീക്കി. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി പോവല്ലേ, ഇനി പോ. ഓക്കെ, ഇനി അടുത്ത ഇത് വെച്ച് കൊടുക്കാം. അടുത്തത് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് നേരെ ഇവിടെ വരും. ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുത്ത് ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നേരെ ആവണല്ല. ഇതിങ്ങനെ ഇത് വളഞ്ഞുകൊണ്ട് ഇതിങ്ങനെയല്ല. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടെ നിന്ന് നേരെ പോയി
ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് ഫിനിഷാക്കി സെറ്റാക്കി വെക്കണം. എൻ്റെ കയ്യിൽ ഇനി ഇഷ്ടം പോലെ മൈൻകാർട്ടൊന്നുമില്ല. എനിക്ക് ട്രാപ്പ് ഡോറും ക്രാഫ്റ്റ് ചെയ്യണം. ഇതിങ്ങനെ വളഞ്ഞ് പോകണം. നമ്മുടെ ലാസ്റ്റ് പിറ്റേക്ക് വെച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ഇത്രയും ബുദ്ധിയില്ലാത്തതാണ്. ഇങ്ങനെ വെച്ചൊന്ന് വളച്ച് ഇതിനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നെയും ഇതിനൊന്ന് കണക്ട് ചെയ്തിട്ട് ഇത് കണക്റ്റ് ആണല്ലോ നേരെ. ഇങ്ങനെ കണക്റ്റാക്കി പിന്നെ അങ്ങനെ കണക്റ്റാക്കി ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് കളയണം. ഓക്കെ, ഇവിടെ നിന്ന് ഈ റെയിൽ ഇങ്ങനെ വെച്ച് ഇതൊന്ന് കണക്റ്റാക്കിയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്കും വെച്ച് ഇവിടെ നിന്ന് നേരെ വളച്ച് ഇത് ഇനി എത്ര നേരം എടുക്കും എന്തോ, ഇതിനി കുറേ നേരം എടുക്കും. ഇവിടെ നിന്ന് നേരെ വളച്ച് ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് ഇതൊന്നും കൂടെ ഒന്ന് വലുപ്പത്തിൽ വെച്ച് കൊടുക്കണം. ഇതൊന്ന് വച്ച് പിന്നെ വച്ച് ഇവിടെ വെച്ചു കൊടുക്കുക. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെയല്ല, മിക്കവാറും പശു എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് ഇച്ചിരി പാടുപെടുന്ന പണിയാണ്ടോ. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ ലെയർ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കണം. അത് കുറേ നേരം എടുക്കും. എന്തായാലും നിങ്ങളിപ്പോൾ എനിക്ക് ഇത് കാണിക്കാൻ പറ്റില്ല. കുറേ നേരം എടുക്കും. ഞാൻ അതെന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളു. കറക്റ്റ് നേരെ ട്രേഡിംഗ് ഹാളിലോട്ട് തന്നെ കൊണ്ടുപോകണം. എന്നിട്ട് ഞാൻ ട്രാപ്പ് ഡോറെല്ലാം വച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റത്തെ ലെയർ ഇങ്ങനെ ഞാൻ ഫസ്റ്റത്തെ അല്ല, രണ്ട് ലെയർ ഞാൻ ഫുൾ ഫില്ലാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അല്ല, ഇങ്ങോട്ടല്ല, ഇവിടെ ഇത് പൊട്ടിയിട്ട് ഇതിനി വളച്ച് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കയറ്റണം. അപ്പോൾ ഫസ്റ്റത്തെ ഒന്ന് കാണിച്ചു തന്നിട്ട് നിങ്ങളെ ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഫസ്റ്റത്തെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒന്നുമില്ല, ഫസ്റ്റ് ഇതിങ്ങനെ ഫസ്റ്റ് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതൊന്ന് ഇതൊന്ന് ഡേട്ടെല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു ഡേട്ട് വെച്ചിട്ട് ഇതിനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഓ, അവിടെ മൈൻകാട്ടില്ലായിരുന്നു. എടാ പൊട്ടാ, അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോയി, അങ്ങോട്ടല്ല. എടാ, ഇതിന് പവർ റെയിൽ വേണ്ടേടാ. ദാണ്ടോറ് അവനെ കൊണ്ടൊരു നിവർത്തിയില്ലല്ലോ. ഇങ്ങനെ കുറേ നേരം കൊണ്ട് ഞാൻ തള്ളണം. ഗൈസ്. ഇങ്ങനെ കുറേ നേരം തള്ളി ഫസ്റ്റ് വില്ലേജറിനെ കൊണ്ടുവരണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ട്രേഡിംഗ് ഹാളിലെ ഫസ്റ്റത്തെ വില്ലേജറാണ് നീ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയൊന്നുമില്ല. ഇനി ഇതൊന്ന് ഫുള്ള് ഫില്ലാക്കി ഗോൾഡൻ ബൂട്ട് നിന്നെ കൊണ്ട് ഒരു ഉപകാരം എനിക്കില്ല. പിന്നെ എന്തിനാണ് എൻ്റെ ചുമ്മാ ചൊറിയാൻ പറഞ്ഞത്?
ഓക്കെ, ഇതൊന്ന് ഫുള്ള് ഫില്ലാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ റെസ്റ്റേഷനും കൂടെ ഒന്ന് ഉണ്ടാക്കണം. അതും കൂടെ ഉണ്ടാക്കിയിട്ട് അവനെ തന്നെ കൊടുത്ത് അവൻ്റെ തന്നെ ഞാൻ ഇത് ബുക്ക് ഷെൽഫെല്ലാം വാങ്ങിച്ച് പിന്നെ ലെഫ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പേപ്പർ, എൻ്റെ കയ്യിലുള്ള ഷുഗർ കെയിൻ ഫുള്ള് പേപ്പറാക്കി 3 ബുക്ക് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ലാബൊക്കെ വെച്ചിട്ട് ഒരു ലെഫ്റ്റാണ് ഉണ്ടാക്കണം. അപ്പോൾ അതും ട്രാഡോറും എല്ലാം ഞാൻ ഫിക്സ് ചെയ്തിട്ട് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും 3 ബുക്ക് ഉണ്ടാക്കുക. ഞാൻ എന്തായാലും എനിക്ക് മാക്സിമം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം, അത്രയും ബുക്ക് ചെയ്യും. 63. എനിക്ക് എത്രത്തോളം ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബുക്ക് ഞാൻ ക്രാഫ്റ്റ് ചെയ്യും. ഇതിൽ എനിക്ക് എത്ര 21 ബുക്ക് എനിക്കിപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ എല്ലാം ബുക്കും ക്രാഫ്റ്റ് ചെയ്തു, എല്ലാം ഓൾ ബുക്ക്. ഇനി എനിക്ക് ഈ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വുഡ് വേണം. ഈ കാര്യം അല്ലാതെ ഞാൻ എല്ലാം ചെയ്തിട്ട് ഫുള്ള് എൻ്റെ ട്രേഡിംഗ് ഹാളിൻ്റെ പണിയില്ല ഫുൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സൈക്കിൾ ആണത് ഞാൻ പിന്നെ കാണിക്കാം. അത് കുറേ ലെങ്ത് ആയിടെ, ഇത്രയും ലെങ്ത് ആയിപ്പോയി ഈ വീഡിയോ. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാമേ. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ട്രേഡിംഗ് ഹാള് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എടാ മോനെ കണ്ട ഫുൾ ലൈബ്രറിമാരെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്, ഫുള്ള് ലൈബ്രറിമാരെ. പിന്നെ എനിക്ക് വില്ലേജർ ഇടയ്ക്ക് തികയതൊന്നുമില്ല, കുറേ നേരം അതിന് സമയം കളഞ്ഞു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെന്നാണ് ഞാൻ മാക്സിമം ആർമറൊക്കെ വാങ്ങിക്കാൻ പോണേ. എടാ ഇനി എനിക്ക് ട്രേഡ് ചെയ്ത് അൺലോക്ക് ചെയ്യണം. എനിക്ക് ഫസ്റ്റ് എമറാൾഡ് വാങ്ങിക്കണം. അതിനെനിക്ക് കോള് വേണമല്ല. എനിക്ക് വെപ്പൺ സ്മിത്തിൻ്റെ ടൂൾ സ്മിത്തിൻ്റെ എമറാൾഡ് വാങ്ങിക്കണം. അതിന് ഒരു എമറാൾഡ്. എടേ ഒരു കാര്യം ചെയ്യട്ടെ, എന്തായാലും ഇവന്മാരെ ഞാൻ അൺലോക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അൺലോക്ക് ചെയ്തോട്ടെ. നിങ്ങളെൻ്റെ ഹാർഡ്വെയർ കണ്ട അറിയായിരിക്കും. ഇപ്പോൾ ഒരു യുദ്ധം നടന്ന് തീർന്നേ ഉള്ളൂ. എടാ കുറേ നേരം, ഒരു അരമണിക്കൂർ ഞാൻ ഈ ഒരു ബ്ലാക്ക് സ്മിത്തിന് വേണ്ടി മാത്രം, പിന്നെ വെപ്പൺ സ്മിത്ത്, ടൂൾ സ്മിത്ത് എല്ലാം ചെയ്തു. അങ്ങനെ ചെയ്ത് അയൺ കൊടുത്ത് ഇപ്പോൾ ഒരു സ്റ്റാക്ക് എന്നുവെച്ചാൽ ഇവന്മാരൊന്ന് അൺലോക്ക് ചെയ്യാൻ അരമണിക്കൂർ. ഈ ഒരു സ്റ്റാക്ക് എമറാൾഡ് ഒപ്പിക്കാനാണല്ലോ ഞാൻ പാട് കേട്ടത്. 1 മണിക്കൂറാടാ. നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ ഇഷ്ടം പോലെ അയൺ, എൻ്റെ ഫുൾ അയൺ കൊടുത്തിട്ടാണ് ഇത്ര ഒപ്പിച്ചത്. അതും പോരായിട്ട് എല്ലാവരും ആണെന്ന് പറഞ്ഞൂടാ, ആരൊക്കെ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇതാവണ മുമ്പ് നമ്മളെല്ലാ ഐശ്വര്യങ്ങളും നേരിട്ടുകൊണ്ട് എൻ്റെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ പോവുകയാണ്. ഇത് ഞാൻ ഈ അയൺ ആർമർ ഇട്ടിട്ട് തന്നെ ഒരു ദിവസമായതുള്ള, അതിനിടയ്ക്ക് ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ പോകുന്നു. അപ്പോൾ ഒന്നുമില്ല, ഒരു ബൂട്ട്, ഒരു ഹെൽമെറ്റ്. അപ്പോഴത്തേക്ക് എൻ്റെ എമറാൾഡ് തീർന്നായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട. എമറാൾഡ് എനിക്ക് ഭയങ്കര ലാഗ് അടിക്കണ്ടേ, ഇറക്കാൻ വേണ്ട. ഇതിങ്ങനെ വെച്ചാൽ മതി. കുറച്ച് കൂടുതൽ എമറാൾഡ് ഒരു സ്റ്റാക്ക് ഇപ്പോൾ ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു സ്റ്റാക്ക് എമറാൾഡ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അയൺ ഉണ്ടല്ലോ. അല്ല, അയൺ കൊടുത്ത് എനിക്ക് ഇത് വാങ്ങിക്കാൻ പറ്റില്ല. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ യവൻ്റേതാണെന്ന് തോന്നുന്നു. ഈ ഒരു ബൂട്ടല്ലേ, ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ, ഇനി യവൻ്റേതാണ്. എനിക്കൊരു യവനാണെന്ന് തോന്നുന്നു. ആരെയും ഞാൻ സോറി യവൻ തന്നെ. യവൻ്റെ ഒരു പാൻറ്. ഇനി ഇതിനൊന്ന് കറക്റ്റ് ആ ഒരു ഓർഡറിലോട്ടൊന്ന് വച്ചിട്ട്
ഓക്കെ, എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും മാറ്റി. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രൊട്ടക്ഷൻ ടു ഫയർ പ്രൊട്ടക്ഷൻ, പിന്നെ ത്രോൺസ് 1 പ്രൊട്ടക്ഷൻ. ഓക്കെ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മിച്ചമുള്ള എത്ര എമറാൾഡ് ഉണ്ട്? 19 എമറാൾഡ്. എവിടെ ടൂൾ സ്മിത്ത്? എവിടെ ടൂൾ സ്മിത്തിൻ്റെ യവനാണെന്ന് തോന്നുന്നു. യവൻ തന്നെ. ടൂൾ സ്മിത്തിൻ്റെ ഒരു ശവലും വാങ്ങിച്ച് എൻ്റെ ബാക്കി പൈസ വേണം. എൻ്റെ കയ്യിൽ എനിക്ക് കുറേ ലെവൽ കയറിയടാ, 31 ലെവൽ കയറി. കുറച്ച് എമറാൾഡൊന്ന് വാങ്ങിച്ചോട്ടെ. കുറച്ച് എമറാൾഡ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അത് അവിടെ നിന്ന് തന്നെ ഒരു എമറാൾഡിൻ്റെ കുറവടാ. എൻ്റെ ആളിയാ, കുറച്ച് എമറാൾഡും കൂടെ ഒപ്പിക്കണോടാ. ഇരിക്കട്ടെ. ഓക്കെ, ഇനി എനിക്ക് എത്ര എമറാൾഡ് വേണം? ഇൻഫിനിറ്റി ആയിട്ട് വാങ്ങിക്കാം. ഇനി ഇന്നൊരു പിക്കാക്സും എടുത്ത് പോടാ. ഇനി യവൻ്റെ ഒരു പിക്കാക്സ് ആയിട്ട് ഇനി യവൻ്റെ ഒരു ആക്സും ഒരു സോഡും വാങ്ങിച്ച് എൻ്റെ വീട്ടിലോട്ട് ഞാൻ നടന്നു പോയി. എൻ്റെ വീട്ടിലോട്ട് ചരിത്ര നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ചരിത്ര നിമിഷങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ ഉള്ള ഈ ബ്ലോക്ക് എമറാൾഡ് ഫുൾ ബ്ലോക്ക് ആക്കാം. ഇതെങ്ങനെ? 3 ബ്ലോക്ക് ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാം. കുഴപ്പമില്ല, ഒന്നുമില്ല. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഈ ബ്ലോക്ക് ഇവിടെ വെച്ച് ബ്ലോക്കെല്ലാം വെച്ചിട്ട് എല്ലാം, പിന്നെ ഞാൻ പറയുന്നു, എല്ലാ ഐശ്വര്യങ്ങളും നേരിട്ടുകൊണ്ട് എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഞാൻ ഡയമണ്ട് ആർമർ ഇടാൻ പോകുന്നു. സൗണ്ടില്ല, കുഴപ്പമില്ല, അത്യാവശ്യം സൗണ്ട് ഇപ്പോൾ ഉണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഈ അയൺ ആർമർ പിന്നെ ഈ കോളൊക്കെ എടുത്ത് കളയടേ. പിന്നെ ഞാൻ ഈ കുറേ ബെല്ലൊക്കെ വാങ്ങിച്ചേട്ടാ, നല്ല രസമുണ്ടായിരുന്നു. ബെല്ല് ഒരു അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള മിച്ചമുള്ള ഈ ഓട്ടോ ഫ്രഷ്, ഈ സ്ലാബ്, ഇതൊക്കെ എടുത്ത് എന്നിട്ട് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എല്ലാം അത് ടോർച്ച് ഇരിക്കട്ടെ, പിന്നെ ഫുഡും ഇരിക്കട്ടെ. എന്നിട്ട് ഇതിനെ ഒന്ന് സെറ്റാക്കി ഒരിടത്തും ഒരു വൃത്തിക്കൊന്ന് വച്ചിട്ട് പിക്കാക്സ്, ആക്സ്, ശവല്, ഇതൊന്ന് കറക്റ്റാവാത്ത ഇതെടുത്ത് ഇവിടെ, എന്നിട്ട് ഈ ശവലെടുത്ത് ഇവിടെ. പിന്നെ തെറ്റി. ഇത് ഓക്കെ. സോ ഗൈസ്, നമ്മളെ ഈ ലെറ്റ്സ് പ്ലേ സീരീസിൽ മൈനിങ്ങിന് പോവാതെ ഫുൾ ഡയമണ്ട് ആർമർ ഞാൻ ഇവിടെ ഒപ്പി എന്തേന്ന് കിട്ടേണ്ടേ? ഞാൻ ഇപ്പം ചാവും ഗൈസ്. കൂൾ ഡൗൺ. എടാ ഒന്ന് നിർത്തടാ. എടാ നിനക്ക് എന്താ? എൻ്റെ മാണേ, നിനക്കുള്ള ഞാൻ പിന്നെ തരടാ. എൻ്റെ ഡയമണ്ട് ആർമർ. എടാ എൻ്റെ എക്സ്പി എൻ്റെ ലെവല്. എടാ
എന്നിട്ടൊന്ന് കൊതി തീർന്നില്ല, അപ്പോഴത്തേക്ക് അവൻ വന്നതാ. എൻ്റർമാനെ നീ എൻ്റെ വാങ്ങിക്കും. കറക്റ്റ് ഓർഡറിലൊക്കെ അടിപൊളിയായിട്ട് ഇരുന്നതാണ്. ഇനി പിക്കാക്സ് ഇവിടെ, ഈ ആക്സ് ഇവിടെ, ഈ ശവൽ ഇവിടെ, എന്നിട്ട് ഈ ഷീൽഡ് എടുത്ത് ഇവിടെ. ഓക്കെ, ഇത് ഇത്ര തന്നെ. സോ ഈ സബ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എൻ്റെ XP താണ്ട് അവിടെ ഓർമ്മ കിടക്കണം. എനിക്ക് എൻ്റെ XP വേണം. എൻ്റെ XP എൻ്റെ XP എന്താ ഇങ്ങനെ? ഓക്കെ, ഷുഗർ കെയിൻ ഫാം പിന്നെ അടിപൊളിയായിട്ട് വളരാനുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അവസാനമായിട്ട് എൻ്റെ ഒരു ട്രേഡിംഗ് ഹാൾ ഒന്നും കൂടെ കാണിച്ചു തന്നിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആ എൻ്റർമാനാണെങ്കിൽ എനിക്ക് തീരാത്ത പകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഓരോന്നിനും അൺബ്രേക്കിംഗ് 1, 2, 3 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാ ഫുൾ ട്രേഡിംഗ് ഹാൾ സെറ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഹാള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ദ ബൈ. എല്ലാവർക്കും ബൈ ദ ബൈ. ബാഗിലോട്ട് പോ, ഡയമണ്ട് ആർമറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ദ ബൈ.